ശശി തരൂരിനെതിരായ അതൃപ്തി കേരള വിഷൻ ന്യൂസിനോട് തുറന്ന് പ്രകടിപ്പിച്ച UDF കൺവീനർ അടൂർ പ്രകാശ്. ഇപ്പോഴത്തെ സ്ഥാനങ്ങൾ നൽകിയത് കോൺഗ്രസ് ആണെന്ന് തരൂർ ഉൾക്കൊള്ളണം. തരൂരിനെ ദേശീയ നേതൃത്വമാണ് നിയന്ത്രിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMRുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് അടൂർ പ്രകാശ് തുറന്നടിച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അഭിപ്രായങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് UDF കൺവീനർ അടൂർ പ്രകാശ് തുറന്നടിച്ചത്. തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ശശി തരൂരിൻ്റെ സമീപകാല പ്രവർത്തനങ്ങൾ പലതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തരൂർ ഒരു പരിധിവരെയെങ്കിലും പാർട്ടിക്ക് വിധേയനായി നിൽക്കേണ്ട ഒരാളല്ലേ? ഞാനത് ആദ്യം പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഞങ്ങൾ തരൂരിനെ പോലുള്ള ഒരു വലിയ ആൾ, ഈ പാർട്ടി കൊടുത്ത സ്ഥാനമാനങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. കോൺഗ്രസിൻ്റെ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അത് അദ്ദേഹം കൂടി ഉൾക്കൊള്ളണം. പാർട്ടിക്ക് വിധേയമാകണം, പാർട്ടിക്ക് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പക്ഷേ ആ അഭിപ്രായം ഞാൻ പറയുന്നതിൽ മാത്രം അർത്ഥമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, എന്നേക്കാൾ ഉയർന്ന ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിയന്ത്രിച്ചു പോകേണ്ടത് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും അതിൻ്റെ മുതിർന്ന നേതാക്കന്മാരാണ്. അവരുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രം സംബന്ധിച്ച് ചില ആശയങ്ങൾ തന്റെ മനസ്സിലുണ്ടെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. മുന്നണിക്ക് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള എന്തെങ്കിലും പദ്ധതികൾ പുതുതായി ആവിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ആദ്യം ഞങ്ങളൊന്ന് UDF യോഗം നടക്കട്ടെ. ആ യോഗം നടന്നതിന് ശേഷം അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാം. ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡ് അച്ചടക്കത്തിന്റെ വാളോങ്ങണമെന്ന കേരളത്തിലെ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും വികാരമാണ് അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് തുറന്ന് പ്രകടിപ്പിച്ചത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.